ഇന്ന് ശനിയാഴ്ചയായിട്ട് ഉച്ചയൂണിന് എന്തൊക്കെ കറികളാണെന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം ഇടുന്നത് മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാർ ഇടുന്നതിന് വേണ്ടി അരപ്പാദ്യം തയ്യാറാക്കി. നമ്മൾ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ച് അതിനൊക്കെ അച്ചാറ് പൊടി, കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ലേശം വിനാഗിരി ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് അതൊന്ന് ചൂടായിട്ട് വരണം. അതായത് കൂടുതൽ തിളച്ച് ചൂടാവേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ തട്ടി കൊടുക്കണം. മാങ്ങ തട്ടിയിട്ട് നല്ല രീതിയിൽ അടി കൂട്ടി ഇളക്കി വെക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ തീ കുറച്ചിട്ട് ഇത് കറുമുറ കടിക്കത്തക്ക രീതിയിൽ ആണ് അച്ചാറിട്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ മുളക് തീയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുളക് തീയൽ പൊട്ടറ്റോയും സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കത്തെ മെയിൻ ആയിട്ടുള്ള കറി ഇന്ന് പൊട്ടറ്റോ വെച്ചിട്ടുള്ള മുളക് തീയലാണ്. മുളക് തീയൽ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ മീനാണ് റെഡിയാക്കുന്നത്. മീനെന്ന് പറയുമ്പോൾ ഇന്ന് നല്ല ഫ്രഷ് ചൂര നമുക്ക് കിട്ടി. നമ്മൾ കടപ്പുറത്ത് പോയി ഡയറക്റ്റ് എടുത്ത ചൂരയാണ്. ചൂരയെല്ലാം വെട്ടി ക്ലീനാക്കി നല്ല രീതിയിൽ കുഞ്ഞു ചൂരയാണ് കിട്ടിയിരിക്കുന്നത്. അതെല്ലാം കൂടെ ഫ്രൈ ചെയ്ത് മൂന്നാമത്തെ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വെണ്ടയ്ക്ക മെഴുക്കാണ് അടുത്ത കറി. വെണ്ടയ്ക്ക മെഴുക്കെന്ന് പറയുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക കുഞ്ഞതായിട്ട്, അതായത് വല കെട്ടാതിരിക്കാൻ വേണ്ടി വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത് സവാളയും പച്ചമുളകും ഇച്ചിരി നമ്മൾ ഉണക്കമുളക് വറുത്ത് ഇട്ടിട്ടുണ്ട്, വറുത്ത് പൊടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിന്ന് വെണ്ടയ്ക്ക മെഴുക്ക് ഉണ്ടാക്കിയത്. വെണ്ടയ്ക്ക മെഴുക്ക് ഇത്രയായിരുന്നു നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ കറി. പിന്നീട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാമ്പാറും കൂടെ ലഞ്ചിന് ഉണ്ടായിരിക്കും. വെണ്ടയ്ക്ക വല കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ഉരുളിയിലാണ് ഉണ്ടാക്കിയത്. അത് കൂടാതെ നമ്മൾ ഉപ്പ് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇടാതെ കുറച്ച് വെന്ത് വരുമ്പോഴും നമ്മൾ ഇതിടുക. പിന്നീട് നമ്മൾ തീയലിലേക്ക് കുറച്ച് കറിവേപ്പില, വെന്ത് വന്ന തീയലിലേക്ക് ലാസ്റ്റ് മണത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മീൻ ഫ്രൈ ചെയ്യുന്നത് നോക്കാം. തിളച്ച എണ്ണയിലേക്ക് നല്ല കുഞ്ഞ് ചൂര ഇട്ട് കൊടുത്ത് നല്ല സൂപ്പർ കുരുമുളകൊക്കെ കൂട്ടിയിട്ട് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചയൂണിനുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ചമ്മന്തി ഇച്ചിരി നമുക്ക് വേണമെങ്കിൽ അരയ്ക്കാം.